ധ്യാനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. ഈ ധ്യാനത്തിൽ കൂടിയിട്ട് ഒരു സന്തോഷത്തിൻ്റെ അനുഭവം ഈ നിമിഷം നമുക്കുണ്ട് എന്ന് തോന്നുന്നവരൊന്ന് കൈപിടിക്കുക. ഒരു സന്തോഷം, വലിയൊരു സന്തോഷം. പ്രൈസ് ദ ലോർഡ്. ഈ തോമസ് പോളിൻ്റെ ധ്യാനത്തിന് ഏറ്റവുമുള്ള ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, അദ്ദേഹത്തിൻ്റെ ഒരു ധ്യാനത്തിലും ഈ ആന്തരിക സൗഖ്യത്തെക്കുറിച്ചൊരു പ്രത്യേകമായിട്ടുള്ള ക്ലാസ് എടുക്കാറില്ല. പക്ഷേ ധ്യാനം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ അനുഗ്രഹമാണ്, അദ്ദേഹത്തിൻ്റെ ധ്യാനം കഴിയുമ്പോൾ ഒരു വലിയൊരു ആന്തരിക സൗഖ്യത്തിൻ്റെ അനുഭവം നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞിരിക്കും. ഇങ്ങനെ എനിക്കൊരു സൗഖ്യത്തിൻ്റെ അനുഭവം, എൻ്റെ ഉള്ളിൽ ഉള്ള പ്രയാസങ്ങൾ, ഒരുപാട് കുറ്റബോധങ്ങൾ, എന്നെക്കുറിച്ച് തന്നെ ഉണ്ടായിരുന്ന ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ, ഇതൊക്കെ മാറി എനിക്കൊരു ആന്തരിക സൗഖ്യത്തിൻ്റെ അനുഭവം കിട്ടി എന്ന് ഉത്തമ ബോധ്യമുള്ളവർ, വെറുതെ കൈവക്കരുത്, ഉത്തമ ബോധ്യമുള്ളവർ മാത്രം ഒന്ന് കൈവക്കൊരു. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ളവരെ, ഇനി ഒരു കാര്യം പറയാനായിട്ടുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏകദേശം ഒരു 50 പേരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ധ്യാനം ആരംഭിച്ചത്. പക്ഷേ നമുക്കറിയാം ഇത്ര പേർക്കേ വരാൻ സാധിച്ചുള്ളൂ. അതിന് യാതൊരു പ്രശ്നവുമില്ല. 50 പേർക്കാണേലും 14 പേർക്കാണേലും 100 പേർക്കാണേലും ഒരു 1000 പേർക്കെന്ന വണ്ണം ബ്രദർ ഇവിടെ ക്ലാസ് എടുത്തു ഇല്ലേ? അല്ലാണ്ട് 14 പേരേ ഉള്ളൂ എന്നാൽ അത് കാരണം വളരെ കുറച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകാമെന്നുള്ളൊരു രീതിയിലായിരുന്നില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ധ്യാനത്തിന് ആൾക്കാർ വരാത്തത് കൊണ്ട് ഉള്ള ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറച്ച് സാമ്പത്തിക ബാധ്യതകളുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നതനുസരിച്ച് നമ്മൾ അവസാനം ഒരു സ്വസ്ത്രക്കാഴ്ച എടുക്കും കുർബാനയുടെ സമയത്ത്. അതിൽ പങ്കുചേരുക. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് മാത്രം ചെയ്താൽ മതി. നമ്മളുടെ ഒരു ബുദ്ധിമുട്ടായിട്ടോ ഭാരമായിട്ടോ ആരും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വേറൊരു കാര്യം, നമ്മുടെ ഇവിടെ എല്ലാ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചകളിലും ഇവിടെ ഒരു രാത്രിയിൽ നമ്മളൊരു ജാഗരണ പ്രാർത്ഥന നടത്തുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആവശ്യവും അത് നടത്തുന്നതിൻ്റെ പ്രയോജനവും എല്ലാം ഏകദേശം കുറച്ചൊന്ന് മനസ്സിലാക്കി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നലെ രാത്രിയിൽ ഇരുന്നുള്ള ആ പ്രാർത്ഥന തീർച്ചയായിട്ടും ഒരുപാട് അനുഗ്രഹപ്രദമായിട്ടുണ്ട്. രാത്രിയിൽ പ്രാർത്ഥിച്ച എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അത് നമ്മളുടെ ജീവിതത്തിൽ ഇനിയും രാത്രിയിൽ ഏതെങ്കിലുമൊക്കെ സമയത്ത് നമ്മൾ എഴുന്നേറ്റിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കർത്താവിൻ്റെ സന്തോഷത്തിൽ നമ്മൾ പങ്കാളികളാകുക, കർത്താവിൻ്റെ വേദനയിൽ നമ്മൾ പങ്കാളികളാകുക. കർത്താവിൻ്റെ സന്തോഷവും കർത്താവിൻ്റെ ആത്മനിറവും എല്ലാം അത് നമ്മുടെയും ആകണം. കർത്താവിൻ്റെ വേദനകളും കർത്താവിൻ്റെ ഭാരങ്ങളുമെല്ലാം അതും നമ്മളുടേതാകണം. ഈ കർത്താവിൻ്റെ ജീവിതത്തിലുള്ള ആ ഒരു പങ്കുപറ്റൽ, ഒരു ക്രിസ്തു ജീവിതത്തിലുള്ള ഒരു പങ്കുപറ്റലിനാണ് നമ്മൾ യഥാർത്ഥത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് നമ്മൾ പറയുക. നമ്മൾ ഈ വേറൊരു കാര്യം, നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നതിൻ്റെ ആ കൃപ ലഭിക്കുന്നത്, അതൊരു അഭിഷേകമായിട്ട് വരുന്നത് നമ്മൾ അതിനോട് എത്രമാത്രം കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. എൻ്റെ ഒരു സ്വന്തം ജ്യേഷ്ഠൻ ഒരു വൈദികനാണ്. ഈ ജ്യേഷ്ഠൻ ഒരു 10 വർഷത്തോളം ജർമ്മനിയിലായിരുന്നു. വൈദികനായിട്ട് തന്നെ അവിടെ വൈദിക ശുശ്രൂഷയ്ക്ക് പോയതാണ്. തിരിച്ചു വന്നു.
നമ്മുടെ ഈ അങ്കമാലി ഡീപോളിൻ്റെയൊക്കെ മാനേജരായിരുന്നു കുറേ നാൾ. അതിനുശേഷം അദ്ദേഹം മംഗലാപുരത്ത് പോയി. മംഗലാപുരത്ത് വെൻസിഷൻകാർക്കൊരു ഹൗസുണ്ട്, അവിടെ പോയി. അവിടെ വെച്ച് ദൗർഭാഗ്യവശാൽ ഇദ്ദേഹത്തിനൊരു പ്രശ്നമുണ്ടായി. തല ഇങ്ങനെ താനെ തിരിഞ്ഞു പോകും. ഇവിടുത്തെ മസിലെല്ലാം വളരെ വീക്കായിപ്പോയി. മസിലും ഇതൊരു നെർവസ് പ്രോബ്ലമാണ്. സാധാരണഗതിയിൽ ഈ നെർവസ് പ്രോബ്ലത്തിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ മസിൽ വീക്കായി കഴിഞ്ഞപ്പോൾ 1-2 ഇഞ്ചക്ഷൻ എടുത്തു. അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള ഏറ്റവും നല്ല ന്യൂറോ സർജനാണ് ചെയ്തത്. ഈ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മസിൽ ഡെഡായിപ്പോയി. അതുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഇനി ഒരിക്കലും തിരിച്ചു വരത്തില്ല. പക്ഷേ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് പോലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രയാസം തോന്നും. ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്. വൈദികനാണ് ഈ ചേട്ടൻ. പക്ഷെ ഒരു കാര്യം ചെയ്യും, ആർക്ക് കുമ്പസാരിക്കണമെന്ന് പറഞ്ഞാലും ചേട്ടൻ ഓടിപ്പോയി കുമ്പസാരിപ്പിക്കും. അങ്ങനെ ചേട്ടൻ കുമ്പസാരം എന്ന് പറയുന്നത് ചേട്ടൻ്റെ ഒരു വലിയ ദൗത്യമായി ഏറ്റെടുത്തു. എല്ലാ ആഴ്ചകളിലും തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ചേട്ടൻ്റെ ദൗത്യം കുമ്പസാരിപ്പിക്കുകയാണ്. ഇങ്ങനെ ഇരുന്ന് കുമ്പസാരിപ്പിക്കാൻ തുടങ്ങി മണിക്കൂറുകൾ കുമ്പസാരിപ്പിക്കും. ഏതാണേലും ഈ കുമ്പസാരം വഴി ചേട്ടൻ പറയുക, ഇത് ചേട്ടനൊരു അഭിഷേകമായി. ചേട്ടൻ തന്നെ എന്നോട് പറഞ്ഞതാണ്, ചേട്ടൻ ഈ കുമ്പസാരിപ്പിക്കാനുള്ളത് അതൊരു അഭിഷേകമായിട്ട് മാറി, ഒരു പ്രത്യേക കൃപയായിട്ട് മാറി. അങ്ങനെ ചേട്ടൻ ഈ പ്രദേശങ്ങളിലെ ഒരു അറിയപ്പെടുന്ന കുമ്പസാരകനായി മാറി. എന്ത് വേണ്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേട്ടൻ അറിയാതെ തന്നെ ചേട്ടൻ്റെ ഈ മസിൽ പ്രോബ്ലം അങ്ങ് മാറി. കഴുത്ത് ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാണ്ട് നേരെയായി. ഇതുപോലെ തന്നെയാണ് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്ന് പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോഴാണ് നമുക്ക് ഇതിനോടുള്ള നമ്മളുടെ ആ കമ്മിറ്റ്മെൻറ്റ് വഴിയാണ് നമുക്കിതൊരു കൃപയായിട്ട് ലഭിക്കുക. പലപ്പോഴും ചില രാത്രികളിലൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ചില രാത്രികളിൽ ഞാൻ ഉറങ്ങാൻ പോയിരിക്കുന്നത് വെളുപ്പിനെ 5 മണിക്കാണ്. രാത്രി 10-11 മണിയാകുമ്പോഴത്തേക്ക് കിടക്കാമെന്ന് വിചാരിച്ച് പോകും. പക്ഷേ 11 മണി 11:30 കിടക്കാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് മനസ്സിലാകും, കർത്താവ് ആഗ്രഹിക്കുന്നിടത്തോളം സമയം കർത്താവിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഇന്ന് വിളിക്കുന്നു. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ കണ്ടത്, അന്ന് എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. പിറ്റേ ദിവസം നേരം വെളുത്ത് അന്നുണ്ടാകുന്ന സംഭവവികാസങ്ങളെല്ലാം കൂടെ നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ മധ്യസ്ഥം വഹിക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കരിസ്മാറ്റിക്കുകാരായിട്ടുള്ള എല്ലാ മക്കൾക്കും കർത്താവ് നൽകുന്ന ഒരു വിളിയാണ്. എന്തുകൊണ്ടിത് ചിലർക്ക് വലിയ അഭിഷേകമായിട്ട് മാറുന്നു, ചിലർക്ക് അത്ര വലിയ അഭിഷേകമായിട്ട് മാറുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിളിക്ക് നമ്മൾ എങ്ങനെ പ്രത്യുത്തരം നൽകുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. ഏറ്റവും വിശ്വസ്തയോടും ശ്രേഷ്ഠമായ രീതിയിലും ഈ വിളിക്ക് പ്രത്യുത്തരം നൽകുകയാണെങ്കിൽ നമുക്ക് ഇതൊരു വലിയ അഭിഷേകവും കൃപയുമായിട്ട് മാറും. അനേകരുടെ രക്ഷയ്ക്ക് കർത്താവ് നമ്മളെ ഉപകരണങ്ങളാക്കി മാറ്റും. കർത്താവിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളിൽ നമ്മളെ ഉപകരണങ്ങളാക്കി മാറ്റുന്നതാണ് മധ്യസ്ഥ പ്രാർത്ഥന വഴി, ആ വിളി വഴി കർത്താവ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ രക്ഷാകര പ്രവർത്തനത്തിൽ പങ്കുചേരുവാനായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗം നമ്മൾ മധ്യസ്ഥം വഹിക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ മധ്യസ്ഥ പ്രാർത്ഥന ആർക്കാണ് നടത്താൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിതത്തിൽ ചിട്ടയും ക്രമവുമായിട്ട് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുന്നവർക്കാണ് ഇത് ചെയ്യാനായിട്ട് സാധിക്കുക. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം അത് അറിയുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥന
നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ കർത്താവിന് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ അത് സ്വർഗം അറിയുന്നുണ്ട്. ഞാൻ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ ചെങ്ങന്നൂർ SBIയിൽ നിന്നാണ് ഞാൻ റിട്ടയർഡായത്. ഞാൻ ഒരു ദിവസം രാവിലെ ചെങ്ങന്നൂർക്ക് പോകാൻ പോവുകയാണ്. തിങ്കളാഴ്ച രാവിലെ ചെങ്ങന്നൂർക്ക് പോണതിന് മുമ്പ് എനിക്ക് കുറേ പ്രാർത്ഥനകളുണ്ട്. അന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ കുറച്ച് ലേറ്റുമായി. ഞാനിവിടുന്ന് ഏകദേശം ഒരു 7:30 മണിയായി ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ. പക്ഷേ ഞാൻ ഓർത്തു എങ്ങനെയാണെങ്കിലും 10 മണിക്ക് മുമ്പ് അവിടെ ചെല്ലണം, 2.5 മണിക്കൂർ. ഞാൻ ഓർത്തു ദൈവമേ ഞാൻ എങ്ങനെ ചെല്ലാനാണ്. പക്ഷേ അന്ന് എൻ്റെ മനസ്സിൽ തോന്നി പ്രാർത്ഥിക്കേണ്ട, പൊക്കളയാം. പക്ഷെ വീണ്ടും എൻ്റെ മനസ്സിൽ തോന്നി ലേറ്റായാലും കുഴപ്പമില്ല, പ്രാർത്ഥിച്ചിട്ടിറങ്ങിയാൽ മതി. ഞാൻ സാധാരണ പോലത്തെ തന്നെ പ്രാർത്ഥിച്ചിറങ്ങിയിട്ട് ഞാൻ പോകുന്നത് ഈ ബൈപ്പാസിൻ്റെ അവിടെ നിന്നിട്ട് എയർപോർട്ടിൽ നിന്ന് വരുന്ന ടാക്സികൾക്ക് കൈ കാണിക്കും. ഇങ്ങനെ കൈ കാണിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴ വരെ എങ്ങനെയാണേലും ചെന്നെത്താം. അവിടുന്ന് പിന്നെ കാറിന് പോകും. ഇതുപോലെ തന്നെ ഞാൻ ഇതുപോലെ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന ലേറ്റ് ആണെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചിട്ടേ പോകുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വീടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്കൊരു ബൈക്ക് കിട്ടി. അദ്ദേഹം എന്നെ നേരെ ആ ബൈപ്പാസിൻ്റെ അവിടെ എന്നെ ഇറക്കണമെന്ന് പറഞ്ഞു. ഒരു ബ്ലോക്ക് വന്നു, ബൈപ്പാസിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഇറക്കി. ഞാൻ നോക്കിയപ്പം ബൈപ്പാസിലേക്ക് ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പം തന്നെ ഒരു കാറ് വരികയാണ്. ഞാൻ പെട്ടെന്ന് കൈ കാണിച്ച ഉടനെ ശരിക്കും അത് ബൈപ്പാസിലേക്ക് ടേൺ ചെയ്തിട്ടില്ല. ഈ കാറ് വേണമെങ്കിൽ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ ബ്ലോക്ക് ഉണ്ടാകാം. എന്തോ കാറുകാരൻ അങ്ങ് നിർത്തിക്കഴിഞ്ഞിട്ട് ഞാൻ ഈ കാറിൽ കയറിയിട്ട് ഞാൻ ചോദിച്ചു, സാറേ ആലപ്പുഴ വരെയുണ്ടോ? പുള്ളി പറഞ്ഞു ആലപ്പുഴ വരെയുണ്ട്. ആലപ്പുഴ എടുക്കാറായപ്പോൾ ഞാൻ ചോദിച്ചു ചങ്ങനാശ്ശേരി വരെയുണ്ടോ? അപ്പോൾ പുള്ളി പറഞ്ഞു ചങ്ങനാശ്ശേരിക്ക് ഞാൻ പോകുന്നുണ്ട്. ചങ്ങനാശ്ശേരിക്ക് യാത്ര തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, സാറ് തിരുവല്ലയ്ക്ക് എങ്ങാനും ആണോ? അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ചെങ്ങന്നൂർ വരെയുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എനിക്ക് പോകേണ്ട വണ്ടി എനിക്ക് ചെങ്ങന്നൂർ വരെയാണ് പോകേണ്ടത്. ഞാനന്ന് നേരത്തെ പ്രാർത്ഥിക്കാണ്ട് പോയിരുന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ കാറ് അവിടെ നിർത്തത്തില്ലായിരിക്കാം. ഞാൻ ആ പ്രാർത്ഥിച്ച് കറക്റ്റ് ടൈമായി ഞാൻ ഇറങ്ങി. എനിക്കൊരു ബൈക്ക് കിട്ടി. ഈ കാറിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു 1-2 മിനിറ്റ് മുമ്പ് നിർത്തി. ഞാനങ്ങോട്ട് നടക്കുമ്പം തന്നെ ഈ കാറ് കൈ കാണിച്ചു. ശരിക്കും അവിടെ വണ്ടി നിർത്താൻ പാടില്ല, കാരണം ആ ബൈപ്പാസിൻ്റെ അകത്തോട്ട് കയറിയിട്ട് നിർത്താം. ഈ ടേണിങ്ങെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ വേറെ ഒരുപാട് വണ്ടികൾ ബ്ലോക്കാവും. അവിടെ നിർത്തി. ചെങ്ങന്നൂർ വരെയുള്ള ഒരു വണ്ടി. ഞാൻ കൃത്യം 10 മണിയായപ്പോൾ അന്ന് അവിടെ ചെന്നെന്നുള്ളതാണ്. പ്രൈസ് ദ ലോർഡ്. ഇതാണ് നമ്മളുടെ എല്ലാ പ്രാർത്ഥനകളും കർത്താവ് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. കർത്താവ് അതിന് വിലയിടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും മധ്യസ്ഥ പ്രാർത്ഥന നടത്തേണ്ടതും. വീണ്ടും ഒരിക്കൽ കൂടി സ്വസ്ത്രക്കാഴ്ചയുടെ കാര്യം നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് നിങ്ങൾ പോയി പ്രാർത്ഥിച്ചിട്ട് ആത്മാവ് തോന്നിക്കുന്ന തുക നിങ്ങളെ സ്വസ്ത്രക്കാഴ്ചയായിട്ടിടുക. പ്രൈസ് ദ ലോർഡ്. ഞാനിപ്പോൾ നിങ്ങൾക്കൊരു പേപ്പർ തരാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ആ മധ്യസ്ഥ പ്രാർത്ഥന